ആ ഒളിച്ചു നിക്ക് ഒളിച്ചു നിക്ക് ഒളിച്ചു നിക്ക് ഒളിച്ചേക്ക്. ആ ഞങ്ങൾ പരാതി കൊടുക്കാൻ വന്നവരാ. ഇറങ്ങടി. ഇനി ആ പുള്ളിനെ കൂടെ പിടി. എന്റെ കെട്ടിയാനെ പിടിച്ചത് പോരാ. ഈ വീഡിയോ പുറത്തുവിട്ട സഹോദരിക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത്തരം വീഡിയോസുകൾ പുറത്തേക്ക് വിടാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് വിടുവാനായിട്ട് മിക്ക ആൾക്കാർക്കും എല്ലാ യുവാക്കന്മാർക്കും എല്ലാം ഏതൊരാൾക്കാണെങ്കിലും ഒരു ധൈര്യമില്ലായ്മ നമ്മുടെ സമൂഹത്തിൽ പലർക്കും കണ്ടുവരുന്നുണ്ട്. ഈ സഹോദരി എന്താണെങ്കിലും ഈ വീഡിയോ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ആ ധൈര്യം കാണിച്ചതിനാണ് ഒരു ബിഗ് സല്യൂട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിൽ ഈ വീഡിയോ നമ്മൾ കണ്ടത് പത്തനംതിട്ട ജില്ലയിൽ എരുമേലി പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു വീഡിയോ ആണ്. സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയ ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ കാണുന്നത്. ഇപ്പം ഈ വീഡിയോ പുറത്തു വിട്ടിരിക്കുന്ന ആ സഹോദരിയുടെ ആ യുവതിയുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ അവര് ഒളിച്ചോടിയിരിക്കുകയാണ്. അപ്പൊ അത് പോലീസ് കേസാണ്. സ്റ്റേഷനിൽ വെച്ച് ഈ സ്ത്രീയെ, അതായത് മാസ്ക് വെച്ചുകൊണ്ട് നടന്നിറങ്ങിപ്പോന്ന ആ സ്ത്രീയെ നിങ്ങൾ കണ്ടില്ലേ, ആ സ്ത്രീയാണ് ഇതിന്റെ കഥാനായിക. അവളാണ് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇയാളുടെ കൂടെ, അതായത് ഇപ്പം വീഡിയോ പുറത്തു വിട്ട ആ സഹോദരിയുടെ ഭർത്താവിന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. വീഡിയോ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഞാൻ എടുക്കും. വീഡിയോ എടുക്കും, അവളുടെ വീഡിയോ ഞാൻ എടുക്കും. ഈ നിൽക്കുന്ന നാറിയുടെ കൂടെയാണ് മൂന്നോ രണ്ടോ പിള്ളേരെങ്ങാണ്ടുണ്ട് ഇവക്ക്. അതുങ്ങളെയും കളഞ്ഞ് കെട്ടിയോനെയും കളഞ്ഞേച്ച് ഇവള് ഇറങ്ങി വന്നേക്കാം. സ്വന്തം ഭർത്താവിനെയും മക്കളെ ഇട്ടിട്ട് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ഈ സ്ത്രീയുടെ സ്റ്റേഷനിൽ നിൽക്കുന്ന വീഡിയോ പകർത്തിയ ആളോട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ പറയാണ് വീഡിയോ എടുക്കരുതെന്ന് പറയാണ്. പക്ഷേ ഈ സ്ത്രീ ധൈര്യപൂർവ്വം പറയുകയാണ്, ഞാൻ വീഡിയോ എടുക്കും, അതിനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിന് നല്ല അപാര ധൈര്യമുള്ളവർക്കേ സാധിക്കത്തുള്ളൂ. എന്തായാലും ആ സ്ത്രീക്ക് ആ വീഡിയോ എടുത്ത് പുറത്തേക്ക് വിട്ട, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം ഭർത്താവിന്റെ കാര്യങ്ങൾ തന്നെ സമൂഹത്തിലേക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പുറത്തേക്ക് വിട്ട ആ സഹോദരിക്ക് ഒരു ബിഗ് സല്യൂട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് മുമ്പിൽ കമന്റ് വന്നിട്ടുണ്ട്. ആ കമന്റിൽ ഒരു കമന്റ്, അതിപ്പോ ചേച്ചിയുടെ കെട്ടിയവൻ എന്തി എന്നിട്ട് എന്നാണ് ആ കമന്റിന് അത് ചോദിക്കുന്നത്. അതിന് ആൻസറുമായിട്ട് ആ കമന്റിനും ആൻസറും ഈ സ്ത്രീ പറയുന്നുണ്ട്, എന്റെ കെട്ടിയവനാണ് ആ നിൽക്കുന്നത് എന്ന് ഈ സ്ത്രീ അതിന് മറുപടിയും പറയുന്നുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങൾ പുറത്തേക്ക് വിടാൻ എല്ലാവർക്കും തന്നെ മടി, അല്ലെങ്കിൽ നാണക്കേട്, അല്ലെങ്കിൽ ഭയം ഒക്കെ അങ്ങനെയൊക്കെ കൊണ്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ആരും മുമ്പിലേക്ക് വന്ന് ഇത് പറയാറില്ല. പക്ഷെ ഈ സ്ത്രീ അതിന് ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനായിട്ടുള്ള ഒരു ധൈര്യവും തൻ്റെ ഇടയ്ക്ക് ഇത് കാണിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ, അങ്ങനെ കാണിച്ചത് കൊണ്ട് ഈ ഇവന്മാരെ പോലെയുള്ള ആൾക്കാർ തിരിച്ചറിയുമ്പോൾ യുവന്മാരെയൊക്കെ ഒറ്റപ്പെടുത്തണം. അപ്പൊ അങ്ങനെ ഒറ്റപ്പെടുത്തിക്കുമ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളാണെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നിൽക്കത്തുള്ളൂ. ആ സ്ത്രീ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. അതായത് തനിക്ക് വന്ന ഒരു കാര്യം ഇനി മറ്റൊരു സ്ത്രീ അനുഭവിക്കേണ്ട ഇത് വരരുതെന്നുള്ള അതിനകത്തൊരു ആ പോയിന്റാണ് ഒരു സന്ദേശമായിട്ട് നൽകുന്നത്. എന്നാൽ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകും ആ സ്ത്രീക്കും ഇങ്ങനെ പറ്റി. അപ്പൊ മറ്റൊരാൾക്കാർക്കും കൂടി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മുടെ സമൂഹത്തിന് മുമ്പിലേക്ക് ഇവര് ഇത് എടുത്തു കാണിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റൊരു കമന്റ് ഇതിനകത്ത് വന്നിരിക്കുന്നതാണ്, അവനായാലും അവളായാലും ഇനിയും ചാടും, ഉറപ്പാ. ഇതിങ്ങളെ 7 അയലത്ത് അടുപ്പിക്കരുത്. കല്യാണം കഴിച്ചിട്ട് ഇതിന്റെയൊക്കെ എന്തിന്റെ സൂക്കേടാണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. 7 അയലത്ത് അടുപ്പിക്കരുതെന്നാണ്. അപ്പം സമൂഹത്തിൽ ഓരോ ആൾക്കാരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് വിലയിരുത്തുന്നുണ്ട് ഓരോ കാര്യങ്ങളും. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് വിലയിരുത്തുന്ന ആൾക്കാരും വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നവരൊക്കെ ഉണ്ട്, ഇതിനകത്ത് മനസ്സിലാക്കുന്നവരുണ്ട് എന്നുള്ളത് നമുക്ക് ഇതുപോലെ കുറച്ച് കമന്റ് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ വേറൊരു കമന്റാണ്, വേലി ചാടിയ ആടിനെ പിടിച്ച് കൂട്ടിലിടാൻ നോക്കണ്ട, അത് പിന്നെയും ചാടും, അനുഭവം കൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എന്നും ഒരു കമന്റ് പറയുന്നുണ്ട്. അതായത് അവനവന്റെ ഒരു അഭിപ്രായം, മനസ്സിൽ തോന്നുന്ന ഒരു അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത് കമന്റിലൂടെ. അതായത് വേലി ചാടിയ ആടിനെ പിടിച്ചു കെട്ടാൻ നോക്കണ്ട. അതായത് ഇതുപോലുള്ള ആൾക്കാരെ എത്ര പിടിച്ചു കെട്ടിയാലും, അല്ലെങ്കിൽ എത്രത്തോളം കെയർ ചെയ്താലും അവരിങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു അനുഭവം ഉണ്ടെന്നുള്ള രീതിയിലാണ് ഈ കമന്റ് അടിച്ചിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ അനുഭവിക്കുന്നതാ, പക്ഷെ ഞാൻ പുറകെ പോയിട്ടില്ല. പോകുന്നവർ പോകുന്ന വഴിക്ക് പോകും, അത്രേ ഉള്ളൂ. നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവനെയൊക്കെ ആ മക്കളുടെ മുഖം പോലും കാണിക്കരുത്. ആരും ഇല്ലാതെയാകുമ്പോൾ പഠിച്ചോളും എന്നാണ് മറ്റൊരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അതായത് ഈ പോകുന്നവർ ആ അപ്പോഴത്തെ മാത്രം സുഖ സൗകര്യങ്ങൾ നോക്കിക്കൊണ്ട് ഒരൊറ്റ പോക്കാണ്. പിന്നീട് വരുന്ന ഭവിഷ്യത്തുകളൊക്കെ നമ്മൾ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സ്വന്തം ഭാര്യയും മക്കളും സ്നേഹിക്കാൻ കഴിവില്ലാത്തവർ എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഉറപ്പ് കൊടുത്തുകൊണ്ട്, ഉറപ്പാണോ അത്? അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പറയുന്നു. ഇങ്ങനെയുള്ള അവളുമാർ ചെന്ന് വലയിൽ വീഴുന്നു, അത്രേ ഉള്ളൂ. ഇതിനകത്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഓരോ പ്രേക്ഷകരും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലുള്ള കമന്റുകളാണ്. അതുപോലെ മറ്റൊരു കമന്റ് ഇട്ടിരിക്കുകയാണ്,
ഞാനും ഇത് അനുഭവിച്ചതാ. പോയതൊക്കെ പോയ വഴി പോകട്ടെ, അടിപൊളിയായിട്ട് ജീവിച്ച് കാണിക്കണം എന്നാണ് മറ്റൊരു യുവതി പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം സത്യമാണ്? ഞാൻ പണിയെടുത്ത കാശ് ഇവള് കൊറേ തിന്നതാ. ഞാൻ പണിയെടുത്ത കാശ്. എടി നിനക്ക് ഉളുപ്പുള്ള. പക്ഷെ ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടു. അപ്പൊ ഇതിനകത്ത് കുറച്ച് എന്താണ് കുറെ കമന്റുകൾ വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നെഗറ്റീവ്, നിന്റെ കഴിവ് കുറവ് കൊണ്ടല്ലേ മറ്റൊരാളുടെ കൂടെ പോയത്? അങ്ങനെ ചോദിക്കുന്നവർ ഈ നിന്റെ കഴിവ് കുറവ് കൊണ്ടല്ലേ മറ്റൊരാളുടെ കൂടെ പോയത് എന്നുള്ള കമന്റ് വന്നിട്ടുണ്ട്. അത് ഈ ഒരാളുടെ കഴിവ് കുറവ് കൊണ്ടല്ല മറ്റൊരാളുടെ കൂടെ ചാടി പോകുന്നത്. അവിടെ സ്നേഹം കൊടുക്കാഞ്ഞിട്ടോ കരുതൽ കൊടുക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാഞ്ഞിട്ടോ ഒന്നുമല്ല ഇത്തരക്കാര് പോകുന്നത്. ഇത് മറ്റൊരു പുതിയ പൂവുകൾ തേടി പോകുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതായത് പുതിയ ആളുകളിലേക്ക് ചേക്കേറാനുള്ള ഒരു ശ്രമം എന്താണ്, അത് അവരുടെ തന്നെ ഒരു അന്ത്യമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ മനസ്സിലാക്കുന്നില്ല. സ്നേഹം കൊടുക്കാഞ്ഞിട്ടോ കെയർ കൊടുക്കാഞ്ഞിട്ടോ ഒന്നുമല്ല, കഴിവ് കുറവുകൊണ്ടോ ഒന്നുമല്ല ഇത്തരം ഭർത്താക്കന്മാര്, ഇത്തരം പുരുഷന്മാരെന്ന് തന്നെ പറയാം. ഇത് കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ആ ഭാര്യയുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല കേട്ടോ. അതൊക്കെ ഇപ്പൊ ഈ കമന്റ് ഇരിക്കുന്ന ആളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല. അതായത് ചില ആൾക്കാര് ചില കുടുംബത്തിൽ നിന്ന് വരുന്നവരെന്ന് തന്നെ പറയാം. നമുക്ക് കുടുംബത്തിൽ നിന്ന് ഒരു വിദ്യാഭ്യാസം ഫസ്റ്റിലേ കിട്ടുന്നുണ്ട്. അപ്പൊ ആ കുടുംബ അന്തരീക്ഷം, ഓരോ അന്തരീക്ഷത്തിൽ നിന്നും വരുന്ന കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് അനുഭവങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു വരുന്നവർക്ക് നല്ല കാര്യമൊന്നും ചെയ്യാനുള്ള മനസ്സില്ല. അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചതിക്കുക, സ്വന്തം ഭാര്യയെ ചതിക്കാൻ യാതൊരു മനസ്സും ഇല്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഈ ഇറങ്ങി വന്ന ഈ ഭാര്യയ്ക്ക് ഭർത്താവും മക്കളുമുണ്ട്. ആ ഭർത്താവിനെയും മക്കളെയും കളഞ്ഞിട്ടാണ്, ഉപേക്ഷിച്ചിട്ടാണ് ഈ പുരുഷന്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ വിവരം എത്രമാത്രം ഉണ്ട്, ഇവരുടെയൊക്കെ ഒരു സാമാന്യ ബോധം എത്രമാത്രം ഉണ്ട്, ഒരു സാമാന്യ എന്താണ് പറയുന്ന ഒരു സാമാന്യ ഒരു ബുദ്ധി പോലും ഇല്ലെന്നുള്ളതാണ്. അതായത് മറ്റൊരു ഭാര്യയുടെ ഭർത്താവായ പുരുഷനെ അയാളുടെ വാക്കുകൾ കേട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. വലിയ നിനക്ക് ഒരുപാട് കഴിവുണ്ടെന്നൊക്കെയുള്ള വിചാരിച്ചതിലായിരിക്കും ഇപ്പം രണ്ടുപേരും ഇപ്പം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നില്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടുകാർ ഇത് കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്? നിങ്ങളുടെയൊക്കെ മക്കൾ ഇത് കണ്ടുകൊണ്ട് അല്ലേ? എങ്ങനെ അവർ നിങ്ങളെ സംരക്ഷിക്കും? നിങ്ങളുടെ ഭാവിയൊക്കെ എത്ര തരത്തിലാവും എന്നുള്ള വിവരം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇപ്പോൾ ഈ അനുഭവിക്കുന്ന ഭാര്യമാർക്കും ഒക്കെ, അതുപോലെ ഭർത്താക്കന്മാരെ തേച്ചിട്ട് പോകുന്ന ഭാര്യമാർക്കും ഒക്കെ, അതുപോലെ നേരെ തിരിച്ചു ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഭർത്താക്കന്മാർക്കും എല്ലാം നിങ്ങൾക്കൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്നൊക്കെ വാങ്ങിച്ചോളുക. ഓക്കെ, താങ്ക് യു.